മത്സ്യം, മാംസം, കാമം, ക്രോധം, മോഹം, അസൂയ എന്നിവയെല്ലാം വെടിഞ്ഞ് 41 ദിവസത്തെ വ്രതമെടുത്ത് കഠിനമായ കാനനയാത്രയും മലകയറ്റവും കഴിഞ്ഞുള്ള അയ്യപ്പ ദർശനം ഒരു അനുഭൂതിയാണ്. അതുകൊണ്ടാണ് ഓരോ കൊല്ലം കഴിയുന്തോറും ശബരിമലയിലെത്തുന്ന ഭക്തരുടെ എണ്ണവും തിരക്കും കൂടുന്നത്. കുളിച്ച് ശുദ്ധി വരുത്തിയാൽ മറ്റമ്പലങ്ങളിൽ ദർശനം നടത്താം. എന്നാൽ ശബരിമലയിൽ അത് പറ്റില്ല. ചിട്ടയോടെയുള്ള വ്രതം അനുഷ്ഠിക്കണം. മാലയിടുന്നത് മുതൽ മലയിറങ്ങി സ്വന്തം വീട്ടിലെത്തുന്നതുവരെ വ്രതവും മറ്റ് ചിട്ടവട്ടങ്ങളും പാലിക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയാണ് എല്ലാ അയ്യപ്പ ഭക്തരും കൊല്ലം തോറും മല കയറുന്നത്. വൃശ്ചികം 1 തന്നെ മിക്ക അയ്യപ്പന്മാരും മാലയിടും. ക്ഷേത്രത്തിലോ ഗുരുസ്വാമിയുടെ മുന്നിലോ വച്ചാണ് മാലയിടുന്നത്. തുളസി അല്ലെങ്കിൽ രുദ്രാക്ഷമാലയായിരിക്കും. മാലയിൽ ഭഗവാന്റെ ചിത്രമുള്ള ലോക്കറ്റും ഇടുന്നവരുണ്ട്. മാലയിടുന്നതോടെ എല്ലാവരും അയ്യപ്പന്മാരാകുന്നു. അങ്ങനെ ദേവനും ഭക്തനും ഒന്നാകുന്നു. തത്വമസിയും അദ്വൈത സിദ്ധാന്തവും ഒരുപോലെയായെന്നും പറയാം. മാലയിടുന്നതിനൊപ്പം വ്രതവും തുടങ്ങുന്നു. എല്ലാ അയ്യപ്പന്മാരും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. സൂര്യോദയത്തിനു മുൻപും സന്ധ്യാസമയത്തും കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുകയും ശരണം വിളിക്കുകയും കറുപ്പ് വസ്ത്രം ധരിക്കുകയും ചെയ്യുക. ലഘുവായ സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ ലഹരികളും ഉപേക്ഷിക്കണം. ആഡംബരവും ആർഭാടവും പാടില്ല. ഭക്തന്മാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ യമനിയമങ്ങളെന്നാണ് പറയുന്നതെന്ന് സജീഷ് ബാപ്പറ്റ എഴുതിയ പുസ്തകത്തിൽ പറയുന്നു. 41 ദിവസത്തെ വ്രതമെടുക്കണം. അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് കുറയ്ക്കരുത്. അഹിംസയും സത്യവും പാലിക്കണം. സമ്മാനങ്ങളും ദാനങ്ങളും സ്വീകരിക്കരുത്. മോഷണം പാടില്ല. സത്യം പറയുന്നതോടെ ഭക്തന്റെ മനസ്സിലെ സംഘർഷം ഇല്ലാതാകുന്നു. മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പോലും ഹിംസയായി കരുതും. ആരെയും വേദനിപ്പിക്കുന്ന വാക്കോ പ്രവൃത്തിയോ ചെയ്യരുത്. മറ്റ് ജീവജാലങ്ങളെ കൊല്ലുകയോ വൃക്ഷലതാദികൾ മുറിക്കുവാനോ പാടില്ല. ചതി, വഞ്ചന എന്നിവയിലൂടെ മറ്റുള്ളവരുടെ പണം കൈക്കലാക്കുന്നത് മോഷണമാണ്. കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും അരുത്. സന്തോഷം, തപസ്, ശൗചം, സ്വാധ്യായം, ഈശ്വര സമർപ്പണം എന്നിവ കർശനമായി പാലിക്കണം. ആന്തരിക ശുദ്ധിയും ബാഹ്യശുദ്ധിയുമാണ് ശൗചം. പുരാണങ്ങൾ വായിച്ചും അതേക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേട്ടും മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റുക. മോശം വ്യക്തികളുമായി സഹവാസം പാടില്ല. മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന സിനിമകളും സാഹിത്യങ്ങളും സീരിയലുകളും വിനോദങ്ങളും ഒഴിവാക്കണം. മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും കിട്ടാനായി നാമം ജപിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം. മനസ്സ് തൃപ്തിപ്പെടുന്ന രീതിയിലായിരിക്കണം ജീവിതശൈലി. എല്ലാ ജോലികളിലും മനസ്സ് പൂർണ്ണമായി അർപ്പിക്കണം. അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും അതിലൂടെ അറിവ് വർദ്ധിപ്പിക്കുകയും വേണം. ഇതാണ് സ്വാധ്യായം. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നതാണ് ഈശ്വര സമർപ്പണം. എത്ര തവണ മല കയറി എന്നതല്ല, ഓരോ തവണ ഭഗവാനെ കണ്ടു മടങ്ങുമ്പോഴും മനസ്സിനെ എത്രത്തോളം ശുദ്ധീകരിച്ചു എന്നതാണ് പ്രധാനം. ശബരിമലയിലേക്ക് പോകാത്ത ഭക്തർക്കും മണ്ഡലവ്രതം നോക്കാം. വ്രതത്തിലൂടെ ഓരോ അയ്യപ്പന്മാരും നേടിയെടുത്ത ആത്മീയ ചൈതന്യമാണ് നെയ്തേങ്ങയിൽ ഒഴിക്കുന്ന നെയ്യായി കരുതുന്നത്. ഈ ചൈതന്യം നെയ്യഭിഷേകത്തിലൂടെ ശബരിമല അയ്യപ്പ ചൈതന്യവുമായി ലയിക്കും. അങ്ങനെ എല്ലാ ഭക്തന്മാരും ഭഗവാന്മാരായി മാറുന്നു. ഇതാണ് ശബരിമല ദർശനത്തിന്റെ പരമമായ പൊരുൾ. 365 ദിവസമുള്ള സൗരവർഷത്തിന്റെയും 324 ദിവസങ്ങളുള്ള ചാന്ദ്രവർഷത്തിന്റെയും ഇടയിലുള്ളത് 41 ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ പോകാനായി 41 ദിവസത്തെ വ്രതം നോക്കുന്നതെന്നും പറയപ്പെടുന്നു. അതേസമയം നാം കഴിക്കുന്ന ആഹാരം, ജീവിതശൈലി, മറ്റ് സമ്പ്രദായങ്ങൾ എന്നിവ മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഫലപ്രദമായ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ 41 ദിവസം എടുക്കുമെന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറയുന്നത്. അതിനാൽ ഒരു ഭക്തനെ അയ്യപ്പനായി വളർത്തി സ്വാമിയാക്കി അയാളിൽ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ മാറ്റം സാധ്യമാക്കുന്നതിന് 41 ദിവസം വേണം. ശരീരത്തിനും മനസ്സിനും ഏകാഗ്രത ലഭിക്കുന്നതിനാണ് മത്സ്യവും മാംസവും കഴിക്കരുതെന്ന് പറയുന്നത്. സസ്യാഹാരം കഴിക്കണം എന്നതിന് പിന്നിലൊരു ശാസ്ത്രീയ വശമുണ്ട്. സർവ്വജീവജാലങ്ങൾക്കും ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിക്കുന്നതിനുള്ള വഴി കുറവാണ്. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് നേരിട്ട് ഇഷ്ടം പോലെ ഊർജം കിട്ടുന്ന സസ്യങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളും പഴങ്ങളും മറ്റും കഴിക്കണമെന്ന് പറയുന്നത്. ഇലകളും ഫലങ്ങളുമാണ് ഏറ്റവും അധികം സൗരോർജം സ്വീകരിക്കുന്നത്. അവ കഴിച്ചാൽ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും മാറ്റമുണ്ടാകും.
ശരീരത്തിന്റെ പുറം ഭാഗം അഥവാ ത്വക്കിലാണ് ആഹാരം ആദ്യം വ്യത്യാസമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ശുദ്ധമായ ഭക്ഷണം കഴിക്കണമെന്ന് പ്രാചീന കാലത്തുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് ആചാര്യ MR രാജേഷ് തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ബ്രഹ്മചര്യം ശാരീരികമായി പാലിക്കുകയും മാനസികമായി പാലിക്കാതിരിക്കുകയും ചെയ്യരുത്. ബ്രഹ്മചര്യത്തിന്റെ പ്രാധാന്യം മാനസിക തലത്തിലാണ് ഉയർന്നു നിൽക്കുന്നത്. ബ്രഹ്മചര്യം നടത്തിയാൽ അസാധാരണ മാനസിക ശക്തി ഉണ്ടാകും, ഓർമ്മശക്തി വർദ്ധിക്കും, ഓജസ് കൂടും, അതനുസരിച്ച് ആയുർദൈർഘ്യവും വർദ്ധിക്കും. അയ്യപ്പന്മാർ ദേഷ്യപ്പെടാനേ പാടില്ല. എന്തിനേയും ശാന്തമായി നേരിടണം. ദേഷ്യപ്പെട്ടാൽ ഓർമ്മശക്തി കുറയും, ക്രമേണ ബുദ്ധിയും. ദേഷ്യം നിയന്ത്രിക്കപ്പെടണമെങ്കിൽ മനസ്സിനെ പാകപ്പെടുത്തണം. അതിനാണ് ആഹാരം നിയന്ത്രിക്കുന്നത്. അതിലൂടെ മനസ്സിന് മാറ്റം വരും. മനസ്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ ബുദ്ധി വികസിക്കും. അങ്ങനെ ശരീരത്തിലെ മെറ്റബോളിസത്തിൽ മാറ്റമുണ്ടാകും.